വെള്ളാരഞ്ചിറ്റയിൽ നിന്നും ഒരു 2 കിലോമീറ്റർ കൂടി കഴിഞ്ഞപ്പോഴേക്കും പുതുശ്ശേരി എന്ന താവളത്തിലേക്കെത്തി. അപ്പോഴേക്കും സമയം 5:30യോളമായിരുന്നു. സാമാന്യം നല്ല സൗകര്യമുള്ള ഒരു ഇടത്താവളമാണ് പുതുശ്ശേരി മല. ആദ്യം കണ്ട വിരിപ്പന്തലിൽ തന്നെ സ്ഥാനം പിടിച്ചു. ഈ യാത്രയിൽ ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു ഇടത്താവളവുമാണിത്. ഇവിടെ താഴെ കൂടി പുതുശ്ശേരിയാർ ഒഴുകുന്നുണ്ട്. അല്പനേരം വിശ്രമിച്ചതിന് ശേഷം നേരെ ആറ്റിലേക്ക് നടന്നു. കാട്ടിൽ നിന്നും ഒഴുകി വരുന്ന ഔഷധഗുണമുള്ള തണുത്ത വെള്ളത്തിൽ ഒന്ന് മുങ്ങിയപ്പോൾ തന്നെ രാവിലെ മുതലുള്ള നടത്തത്തിൻ്റെ എല്ലാ ക്ഷീണവും മാറി. ഇവിടുത്തെ രാത്രികാല ജീവിതവും ഒരു പ്രത്യേക രസം തന്നെയാണ്. ഉറക്കെ പാട്ടുകളൊക്കെ വെച്ച് വലിയൊരു ആഘോഷമാണ്. ഇവിടെ ഫോണിനും റേഞ്ചില്ല. അതുകൊണ്ട് തന്നെ ഫോണിൽ നോക്കി സമയം കളയാം എന്നാരും കരുതുകയും വേണ്ട. പാട്ടും ഭജനയുമൊക്കെയായി ചിലർ സമയം കളയുന്നു. സോളാറും ജനറേറ്ററുമൊക്കെയാണ് രാത്രിയിൽ വെളിച്ചത്തിനായി ഉപയോഗിക്കുന്നത്. ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ പോലും 20 രൂപയോളം കൊടുക്കണം. രാത്രി 10 മണിയോടെ ജനറേറ്റർ ഓഫ് ചെയ്യുകയും ചെയ്യും. എങ്കിലും സോളാർ വിളക്കുകളൊക്കെ ഉണ്ടാവും. രാത്രി ആയപ്പോഴേക്കും മഞ്ഞ് വീണ് തുടങ്ങുകയും ചെയ്തു. നല്ല തണുപ്പും. രാവിലെ മുതലുള്ള നടത്തത്തിൻ്റെ ക്ഷീണത്താൽ പെട്ടെന്ന് തന്നെ ഉറങ്ങുകയും ചെയ്തു. രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റു. നല്ല തണുപ്പുണ്ടെങ്കിലും 6 മണിയായപ്പോഴേക്കും താഴെ ആറ്റിൽ പോയി കുളിച്ച് തയ്യാറാവുകയും ചെയ്തു. പുതുശ്ശേരി താവളത്തിൽ നിന്നും രാവിലെ 7 മണിയോടുകൂടി ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് പതിയെ നടപ്പ് തുടങ്ങി. പുതുശ്ശേരി താവളത്തിൽ നിന്ന് മുൻപോട്ട് പോകാനുള്ള ഗേറ്റ് തുറക്കുന്നത് 7 മണിക്കാണ്. ഇവിടെ നിന്നും ഒരു അരമണിക്കൂർ കൂടി നടന്നാൽ കരിയിലാന്തോട് എന്ന സ്ഥലത്തേക്കെത്തും. ഒരു ചെറിയ തോട് മുറിച്ച് കടന്നാണ് അങ്ങോട്ടേക്ക് എത്തുക. ഈ ഭാഗത്തിന് കരിയിലാന്തോടെന്ന പേര് വന്നതിന് പുറകിലും ഒരു കാര്യമുണ്ട്. ഈ അരുവി പോലും തീർത്ഥാടന പാതയിലെ ആചാരം അനുഷ്ഠിക്കാനുള്ളതാണ്. ഈ തോട് കടക്കുന്നതിന് മുൻപ് ഒരു കരിയില കയ്യിലെടുക്കണം. തോട് കടന്നതിന് ശേഷം ആ കരിയില താഴെയിട്ട് അതിൽ ചവിട്ടി വേണം മറുകരയിലേക്ക് എത്താൻ. കരിയിലയിൽ നിന്നും കാലെടുത്ത് വയ്ക്കുന്നത് കരിമലയിലേക്കാണ്. കരിമല തുടങ്ങുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്. ഇവിടവും ചെറിയൊരു ഇടത്താവളമാണ്. കരിമല കയറ്റം തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ വേണമെങ്കിൽ ചെറിയൊരു വിശ്രമവുമാവാം. വളരെ മനോഹരമായൊരു പ്രദേശം. വലിയ വലിയ വൃക്ഷങ്ങൾ തിങ്ങി വളരുന്ന ഒരു സ്ഥലമാണിത്. കരിമലത്തോട് എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട്. എരുമേലിയിൽ നിന്നും പുതുശ്ശേരിയിൽ തങ്ങാതെ പോരുന്നവർ രാത്രിയിൽ വിരിവയ്ക്കുന്നതും ഇവിടെയാണ്. ഇവിടെ രാത്രി കഴിയുന്നവർക്ക് മിക്കവാറും ആനയെ കാണാനുള്ള ഭാഗ്യവുമുണ്ടാവും. പക്ഷേ ആനക്കൂട്ടം ആരെയും ഉപദ്രവിച്ചതായും പറഞ്ഞു കേട്ടിട്ടില്ല. ഇവിടെ നിന്നും ഇനി കരിമല കയറ്റം ആരംഭിക്കുകയാണ്.